ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണം വിജയിച്ചു. ഇതിന്റെ പേര് അഗ്നിബാൺ സോൾട്ടഡ്. ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ കൂടിയാണിത്. റോക്കറ്റ് വിക്ഷേപണത്തിൽ വിജയം നേടുന്ന രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി കൂടിയാണ് അഗ്നികുൾ കോസ്മോസ്. 46ാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചനാ യോഗം അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് (ATCM) നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചി. 2024 മെയ് 20 മുതൽ 30 വരെയാണ് നടന്നത്. കമ്മിറ്റി ഫോർ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ (CEP) ന്റെ 26ാമത് യോഗവും ഇതോടനുബന്ധിച്ചു നടന്നു. തീവണ്ടികളിൽ വനിതാ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പുവരുത്തുവാനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി അടുത്തിടെ വിപുലീകരിച്ചു. പേര് മേരി സഹേലി, എന്റെ കൂട്ടുകാരി. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേര് മഹാഗുരുവർഷം 2024. സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏതു നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്? നൈൽ. 64 കിലോമീറ്റർ നീളത്തിൽ ഒഴുകിയിരുന്ന ഈ നദീശാഖയ്ക്ക് അറബി ഭാഷയിൽ പിരമിഡ് എന്നർത്ഥമുള്ള അഹ്-റഹ്മത്ത് എന്ന പേര് നൽകണമെന്ന് ഗവേഷകർ നിർദ്ദേശിച്ചു. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസ, US. ചന്ദ്രനിൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനും ട്രെയിൻ ഓടിക്കാനും ഉദ്ദേശിച്ചുള്ള പദ്ധതിയുടെ പേര് ഫ്ലോട്ട് (ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക്) എന്നാണ്. 17ാം സീസൺ IPL 2020 ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സിനെ ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ടീമിന്റെ 3ാം IPL കിരീടമാണിത്. കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന നിർമ്മിത ബുദ്ധി AI സംവിധാനം ഗജരാജ. ക്യാമറയും ഭൂമിക്കടിയിലൂടെയുള്ള കേബിളുകളും ഉപയോഗിച്ചാണ് ഡിജിറ്റൽ അക്വസ്റ്റിക് സെൻസിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഗജരാജ നടപ്പിലാക്കുന്നത്.